KSRTC ബസ്സുകൾ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രയുടെ ഭാഗമാണ്. ജോലി, പഠനം, ചികിത്സ, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി നിരവധി പേർ KSRTCയെ ആശ്രയിക്കുന്നു. എന്നാൽ പല ഡിപ്പോകളിലും വൃത്തിക്കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇല്ലായ്മ, യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഡിപ്പോകളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും സർക്കാർ ഒരു പ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. എല്ലാ KSRTC ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഡിപ്പോകളുടെ വികസനത്തിനും യാത്രക്കാർക്ക് കൂടുതൽ നല്ല സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി തയ്യാറാക്കിയ കരട് നിയമാവലി KSRTC സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരുന്നു. ഈ നിർദ്ദേശം സർക്കാർ വിശദമായി പരിശോധിച്ച ശേഷമാണ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും അതിന്റെ നിയമാവലിക്കും അംഗീകാരം നൽകിയത്. സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന നിബന്ധനകളിലൊന്നാണ് KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കമ്മിറ്റിയിൽ അംഗമാക്കണമെന്നത്. ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ നിയമാവലിയിൽ ഉൾപ്പെടുത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് അതാത് സ്ഥലത്തിലെ MLA-മാരായിരിക്കും. MLA-ക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിലൂടെ കമ്മിറ്റിയുടെ പ്രവർത്തനം മുടങ്ങാതെ മുന്നോട്ടു പോകാൻ സാധിക്കും. കമ്മിറ്റിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ അംഗങ്ങളായിരിക്കും. പ്രാദേശിക ലോക്സഭാ അംഗമോ അദ്ദേഹം രേഖാമൂലം ചുമതലപ്പെടുത്തുന്ന പ്രതിനിധിയോ കമ്മിറ്റിയിലുണ്ടാകും. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പാലിറ്റി ചെയർമാനോ കോർപ്പറേഷൻ മേയറോ അംഗമായിരിക്കും. കൂടാതെ ഡിപ്പോ ഉൾപ്പെടുന്ന വാർഡിലെ ജനപ്രതിനിധിയും നിയമസഭയിൽ മുൻതൂക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും കമ്മിറ്റിയിൽ അംഗങ്ങളാകും. KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. ഡിപ്പോയിലെ യൂണിറ്റ് ഓഫീസറായിരിക്കും കമ്മിറ്റിയുടെ കൺവീനർ. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഒരു ഷെഡ്യൂൾ ബാങ്കിൽ കൺവീനറുടെയും CMD ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയും സംയുക്ത പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കും. ഈ അക്കൗണ്ടിലൂടെയാകും എല്ലാ സാമ്പത്തിക ഇടപാടുകളും നടക്കുക. ഡിപ്പോകളുടെ വികസനത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് പണമായോ ഫർണിച്ചർ പോലുള്ള സാധനങ്ങളായോ സംഭാവനകൾ സ്വീകരിക്കാൻ കമ്മിറ്റിക്ക് കഴിയും. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതികളിൽ നിന്നുള്ള സഹായങ്ങൾ, മറ്റു നിയമാനുസൃതമായ ധനസഹായങ്ങൾ എന്നിവയും സ്വീകരിക്കാം. സർക്കാർ ഫണ്ടിന് പുറമെ സമൂഹത്തിന്റെ പിന്തുണയും ഉപയോഗപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന പരിധിക്കുള്ളിൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും കമ്മിറ്റിക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും. ഡിപ്പോയിലെ അടിയന്തര ആവശ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഇതിലൂടെ സഹായമാകും. എല്ലാ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും സമയബന്ധിതമായി ഓഡിറ്റ് നടത്തുകയും തുടർന്ന് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും വേണം. ഇതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി 3 മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്ന വ്യവസ്ഥയും സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്പോയുടെ നിലവിലെ അവസ്ഥ വിലയിരുത്തുക, യാത്രക്കാരുടെ പരാതികൾ കേൾക്കുക, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, പുരോഗതി പരിശോധിക്കുക എന്നിവ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഡിപ്പോകളുടെ വികസനത്തിൽ പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ്. സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഡിപ്പോകളിലെ വൃത്തി മെച്ചപ്പെടുത്തുക എന്നത് കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലൊന്നായിരിക്കും. വൃത്തിയുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശുചിയായ ശുചിമുറികൾ, സുരക്ഷിതമായ കുടിവെള്ള സൗകര്യം, യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും അനുയോജ്യമായ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കാൻ കമ്മിറ്റി ശ്രമിക്കും. കൂടാതെ ഡിപ്പോകളിലെ ക്യാന്റീൻ സേവനങ്ങളുടെ നിലവാരവും മെച്ചപ്പെടുത്തും. യാത്രക്കാർക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഡിപ്പോകളിലെ പൊതുസൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗപ്രദവും യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമായി മാറ്റുകയാണ് ലക്ഷ്യം. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ, പൊതുജനങ്ങൾ എന്നിവരുടെ സഹകരണം ഉറപ്പാക്കി ഓരോ ഡിപ്പോയും കൂടുതൽ മികച്ചതാക്കാനുള്ള പദ്ധതികളും കമ്മിറ്റി തയ്യാറാക്കും. ഒരു സർക്കാർ പദ്ധതിയായി മാത്രം കാണാതെ സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തത്തോടെ മുന്നോട്ടു പോകുന്ന വികസന മാതൃകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്പോൺസർഷിപ്പുകൾ, CSR പദ്ധതികൾ, പൊതുജന സംവിധാനങ്ങൾ, മറ്റ് നിയമാനുസൃത ധനസഹകരണ മാർഗങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ഡിപ്പോകളുടെ വികസനത്തിന് ആവശ്യമായ അധിക വിഭവങ്ങൾ കണ്ടെത്താനും കമ്മിറ്റി പ്രവർത്തിക്കും. ഇതിലൂടെ സർക്കാർ അനുവദിക്കുന്ന തുക മാത്രം ആശ്രയിക്കാതെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. ഡിപ്പോ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും യാത്രക്കാരുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാനും ഈ കമ്മിറ്റികൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിവേഗം പരിഹരിക്കാനുള്ള ഒരു സംവിധാനം കൂടിയായിരിക്കും ഇത്. ഈ പദ്ധതിയെക്കുറിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വ്യക്തമാക്കിയത് KSRTCയും പൊതുസമൂഹവും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും യാത്രക്കാർക്ക് മികച്ച സേവനാനുഭവം ഒരുക്കുന്നതിനും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികളുടെ രൂപീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണെന്നാണ്.
KSRTC ഡിപ്പോകളെ കൂടുതൽ വൃത്തിയുള്ളതും യാത്രക്കാർക്ക് സൗഹൃദപരവുമായി ഇടങ്ങളാക്കി മാറ്റാനുള്ള ഒരു പുതിയ തുടക്കമാണ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികളുടെ രൂപീകരണം. ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഉദ്യോഗസ്ഥർ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഡിപ്പോകളുടെ വികസനത്തിന് പുതിയ ദിശ നൽകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയാൽ യാത്രക്കാർക്ക് മികച്ച സേവനവും കൂടുതൽ സൗകര്യങ്ങളും ലഭ്യമാക്കുകയും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നിലവാരം കൂടുതൽ ഉയരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.